പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടൊരു ചൊവ്വാഴ്ച കൂടി ദൈവം നമുക്ക് ദാനമായി നൽകി. 10ാമത്തെ മാസത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ പ്രവേശിപ്പിച്ചു. ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ സമയം വരെയും സർവശക്തനായ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടിയിരുന്നു. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നന്മകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. എന്നാൽ ദൈവസന്നിധിയിൽ നമുക്ക് ആകേണ്ടതുപോലെ ആയിത്തീരുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ കുറ്റബോധത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. നമ്മെ വിളിച്ചവനായ ദൈവം വിശ്വസ്തനായി ഇതുവരെയും കൂടിയിരുന്ന് അനുഗ്രഹിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം മറുപടി നൽകി. അസാധ്യമായ അനവധി കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി നൽകി. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അനവധി മക്കൾ പുതുതായി കൊണ്ട് കടന്നു വരുവാനും അവർക്കെല്ലാവർക്കും അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിപ്പാനും സർവശക്തനായ ദൈവം കാരണമാക്കി തീർത്തു. ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു. എല്ലാറ്റിനും നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ കൂടി വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനല്ല, നമ്മുടെ സമസൃഷ്ടികൾക്ക് വേണ്ടി കരയേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. ഇന്ന് വലിയ വിടുതലിൻ്റെ ദിനമാക്കി ദൈവം തീർക്കുമാറാകട്ടെ. അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് സാധ്യമാക്കി നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ മറ്റു യാതൊന്നിനും സാധ്യമല്ല. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ യാചനകളുടെ ശബ്ദമെല്ലാം കേട്ട് ഇന്ന് വലിയവ ദൈവം പ്രവർത്തിക്കുമാറാകട്ടെ. നമ്മുടെ കുറവുകളൊന്നും ഇന്ന് കണക്കിടാതെ വണ്ണം സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹത്തിൻ്റെ അധിപതിയായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ദൈവസന്നിധിയിൽ ഇരിക്കുന്നതായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ദൈവമേ ഇന്ന് നിൻ്റെ മഹത്വം കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മോശ പ്രാർത്ഥിച്ചത്, നിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ. അതുപോലെ ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ നിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരിക്കുമാറാകണമേ. നിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടി ഇല്ല എങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം വ്യർത്ഥമാകുന്നു എന്ന് ദൈവത്തോട് സമ്മതിച്ചുകൊണ്ട് മോശയോട് ദൈവം പറഞ്ഞതുപോലെ എൻ്റെ തിരുസാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഹല്ലേലൂയ. ഇന്ന് ആ ശബ്ദമാണ് നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ടത്. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകും, ഇന്ന് ചോദിക്കുന്നതിനൊക്കെയും ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും എന്ന ശബ്ദമാണ് നാം കേൾക്കേണ്ടത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നതായിട്ടുള്ള വീഴ്ചകളും കുറവുകളും എല്ലാം ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഭിന്നതയും ഭിന്നപക്ഷവും ഞാനും എൻ്റേതും എനിക്കുള്ളതുമെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് പുതിയ തീരുമാനത്തോടുകൂടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. നമ്മുടെ ആയുസ് എത്ര എന്ന് നമുക്ക് ആർക്കും പറയുവാൻ സാധ്യമല്ല. എന്നാൽ സർവശക്തനായ ദൈവത്തോട് പാട്ടുകാരൻ പാടിയതുപോലെ, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തതായത് എനിക്ക് എത്ര ആനന്ദം. അപ്പോൾ ഇന്നലേക്കാൾ ഇന്ന് ഓരോ ദിവസം കഴിയും തോറും കർത്താവിൻ്റെ നാടിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ നാടിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതേപോലെ നാം കർത്താവിനോട് അടുത്ത് വരേണം എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളോട് അറിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അനവധി വീഴ്ചകളും പോരായ്മകളും വന്നിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ ഏകമനസ്സോടുകൂടെ ആയിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭിന്നതയും ഭിന്നപക്ഷങ്ങളും ഞാനും എൻ്റേതും എനിക്കുള്ളതും എന്നുള്ള ചിന്താഗതികളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ നമ്മൾ അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇന്നലേക്കാൾ ഇന്ന് നമ്മൾ പ്രിയൻ്റെ നാടിനോട് അടുത്തിരിക്കുകയാണ്. നമ്മൾ അടുത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചാലല്ല, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത് ആയത് നമുക്ക് ആനന്ദമായി തീരണം. ദൈവസന്നിധിയിൽ നാം അകന്നു മാറുന്നവരായിട്ടല്ല, കർത്താവിൻ്റെ വരവ്, കർത്താവിൻ്റെ നാളുകൾ ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അകന്നകന്ന് പോയി ദൈവരാജ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്
വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ. നിങ്ങൾ നശിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ എന്നുള്ള വചനം പോലെ അതിൽ മാത്രമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാധിച്ചത്, ദൈവസന്നിധിയിൽ കടന്നു വന്നത് ഒരിക്കലും വ്യർത്ഥമായി തീരാതെ വണ്ണം ദൈവവചനം പഠിപ്പിക്കുന്നത് പോലെ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ച് നിൽക്കുവാൻ, ആദ്യ സ്നേഹം അവസാനത്തോളം മുറുകെ പിടിപ്പാൻ, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറയാം, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ട് മറുപടി നൽകുമാറാകട്ടെ. ഇന്ന് യുവാക്കളെല്ലാം പ്രാർത്ഥിക്കണമെന്ന് മുന്നമേ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇൻ്റർവെല്ലിന് എഴുന്നേറ്റ് ആരും പോകരുത്. അതുകൊണ്ട് എല്ലാവരും ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരാണ് മദ്യത്തിനും മയക്കുമരുന്നിനും പലവിധമായിട്ടുള്ള ദുഷിച്ചതായിട്ടുള്ള പ്രവൃത്തികൾക്കും അടിമകളായി ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് അവർക്ക് വേണ്ടി ഒന്നാമത് പ്രാർത്ഥിക്കേണ്ടത്. ചെറിയ കുഞ്ഞുങ്ങൾ തുടങ്ങി വലിയവർ വരെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ രക്ഷിക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. പ്രാർത്ഥിപ്പാൻ അറിയുകയില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയാവുകയില്ലല്ലോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ പിതാവ് നിങ്ങളോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് പകരും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ബാക്കി ദൈവം നിങ്ങളോടുകൂടി ഇരുന്ന് പ്രവർത്തിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ഒരു വചനത്തിലേക്ക് കടന്നു വരാം. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്നോർക്കാം. ഹല്ലേലൂയ. ഇന്ന് സർവശക്തനായ ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ടുള്ള വചനം നമ്മൾ ദൈവത്തോട് അടുത്തു വരേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരുവൻ ഓടി കടന്നു വന്നു യേശുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവനോട് ഇപ്രകാരം പറഞ്ഞു, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. അങ്ങനെ കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ ഞാൻ പ്രവർത്തിച്ചു വരുന്നു, ഞാൻ അതിനെ കീഴ്പ്പെട്ടു വരുന്നു എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനം കേൾക്കാതെ അവൻ പിന്മാറി എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ കുറവുകളെയാണ്. നല്ലതല്ല, ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ കുറവുകളാണ്. എന്തുകൊണ്ടാണ് കുറവുകൾ ദൈവം വെളിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നശിച്ചു പോകേണ്ടതിനല്ല. 2, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നിത്യമായ ശിക്ഷാവിധിയിലേക്ക് പോകേണ്ടതിനല്ല, ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ കുറവുകളെല്ലാം നമ്മുടെ എല്ലാവരുടെയും കുറവുകളാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ കേൾപ്പിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും കുറവുകളാണ്. ദൈവമേ, ഇന്ന് കുറവുകൾ അറിയുവാനും ആ കുറവുകൾ ഏറ്റുപറയുവാനും കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇവിടെ വായിച്ചതായിട്ടുള്ള വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഹല്ലേലൂയ. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല.
ഇവിടെ ഒന്നാമത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് കാട്ടുകൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട്. ഒരുപാട് കാട്ടുകൊമ്പുകളുണ്ട്, എന്നാൽ അവയിൽ ചിലതാണ് ദൈവം ഒടിച്ചിരിക്കുന്നത്. അതിനർത്ഥം നമ്മെ കാട്ടൊലിവായിരിക്കുന്ന നമ്മെ, ഒരു പ്രയോജനവുമില്ലാത്തതായിട്ടുള്ള നമ്മെ, ശപിക്കപ്പെട്ടതായിട്ടുള്ള നമ്മെ, പാപത്തിന്റെ വഴിയിലായിരിക്കുന്നതായിട്ടുള്ള നമ്മെ, ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവുമില്ലാതെ അന്യരും പരദേശികളും പ്രത്യാശയില്ലാത്തവരുമായിരുന്നതായിട്ടുള്ള നമ്മെ ഒടിച്ച് നാട്ടൊലിവോട് അഥവാ കർത്താവിനോട് ഒട്ടിക്കുവാൻ തക്കവണ്ണം നമ്മോട് മനസ്സലിഞ്ഞ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ കാട്ടൊലിവായിരിക്കുന്ന നമ്മെ ചില കൊമ്പുകളെ ഒടിച്ച് നാട്ടൊലിവാകുന്ന കർത്താവിനോടുകൂടെ ചേർത്തിരിക്കുന്നത് അവനോടൊപ്പം നാം വാഴേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ, നാം പാടുന്നത് പോലെ, യേശുവിനെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മെ ഓടിച്ചെടുത്തത്? നശിച്ചു പോകാതെ, തീപ്പൊയ്കയിലേക്ക് പോകാതെ, നിത്യമായിട്ടുള്ള ശിക്ഷാവിധിയിലേക്ക് പോകാതെ നമുക്ക് സമാധാനവും സന്തോഷവും അനുഗ്രഹവും നൽകേണ്ടതിന് എന്തിനു വേണ്ടിയാണ് അവൻ ഓടിച്ചെടുത്തത് എന്ന് ചോദിച്ചാൽ, അവനോടൊപ്പം നാം വാഴേണ്ടതിന് വേണ്ടിയാണ്. അവനെ പോലെ നാം ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. അവൻ്റെ സ്വഭാവം നമ്മിൽ കാണേണ്ടതിന് വേണ്ടിയാണ്. നമ്മെ കാണുന്നവർ കർത്താവിനെ കാണണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒട്ടിച്ച് ചേർത്തിരിക്കുന്നവൻ ആരാകുന്നു എന്ന് ചോദിച്ചാൽ, അവൻ നല്ലവനായ ദൈവമാകുന്നു. ഹല്ലേലൂയ. എന്നാൽ കാട്ടൊലിവ് എന്ന് വെച്ചാൽ കേടുള്ളതും കൊള്ളരുതാത്തതും ആർക്കും പ്രയോജനമില്ലാത്തതുമാകുന്നു. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം പ്രയോജനമുള്ളവരായി തീരണമെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ശോധന ചെയ്യേണ്ടത്, കാട്ടൊലിവായിരുന്ന നമ്മെ അവയിൽ നിന്ന് ചില കൊമ്പുകളെ പൊട്ടിച്ചെടുത്ത് ഈ നാട്ടൊലിവോട് ഒട്ടിച്ച് ചേർത്തു എങ്കിൽ ഇന്ന് നാം ദൈവത്തിന് ഫലം കായ്ക്കുന്നവരാണോ? ദൈവത്തിന് പ്രയോജനമുള്ളവരാണോ? ദൈവത്തോടൊപ്പം നാം ജീവിക്കുന്നവരാണോ? അതോ ഇന്നും ഒരു ഉറവയിൽ നിന്ന് തന്നെ മധുരമുള്ള വെള്ളവും കയ്പുള്ള വെള്ളവും പുറപ്പെടുകയില്ല എന്നുള്ള വചനം പോലെ കയ്പാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ശോധന ചെയ്യണം. ആ വാക്യം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളാക്കി തീർത്തിരിക്കുന്നു. എങ്കിലോ, ഹല്ലേലൂയ, ഏത് വേരിനോടാണ് ചേർത്തിരിക്കുന്നത്? ഫലപ്രദമായ വേരിനോട്. കർത്താവിൻ്റെ സ്വഭാവം എന്താണ്? കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്താണ്? കർത്താവ് ജനത്തിനു വേണ്ടി ചെയ്തതെന്താണ്? അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ഇവിടെ ആ വേര് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, അത് ഫലമുള്ള വേരാണ്, അത് പ്രയോജനമുള്ള വേരാണ്. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവം എന്തിനു വേണ്ടിയാണ് ഫലപ്രദമായ വേരിനോട് ചേർത്ത് നമ്മെ ഒട്ടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നാം ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ നമ്മൾ ഓരോരുത്തരുമായി തീരേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ എന്താണ് നമ്മിൽ ഫലം കായ്ക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, അവൻ വിശന്ന് അത്തിയുടെ അടുക്കൽ ഫലം അന്വേഷിച്ച് വന്നപ്പോൾ അതിൽ ഫലം കാണുവാനിടയായി തീർന്നിട്ടില്ല. അപ്പോൾ ദൈവം ഇപ്രകാരം പറഞ്ഞു, ഇനി നിന്നിൽ ഒരു ഫലവും കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നപ്പോൾ അത്തി ഉണങ്ങിപ്പോയതായിട്ട് കണ്ടു. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം ഉണങ്ങിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. നമ്മെ ഒട്ടിച്ച് ചേർത്തിരിക്കുന്നതായിട്ടുള്ള വേര് അത് ഫലപ്രദമായിട്ടുള്ള വേരാണ്. രണ്ട്, അതൊരിക്കലും വാടാത്തതായിട്ടുള്ള വേരാണ്. അതൊരിക്കലും ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നതായിട്ടുള്ള വേരല്ല.
അത് എപ്പോഴും ഫലം കായ്ക്കുന്നതായിട്ടുള്ള വേരാണ്. എന്നാൽ ഫലം കായ്ക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മെ ഒട്ടിച്ചതായിട്ടുള്ള ആ കൊമ്പ് ഉണങ്ങി തുടങ്ങി എന്ന് നാം അറിയണം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഞാൻ എൻ്റെ പ്രിയതമന് ഒരു തോട്ടമുണ്ടാക്കി, അതിൽ ചുറ്റും വേലി കെട്ടി, അതിൻ്റെ നടുക്ക് ഒരു മുന്തിരി ചക്ക് കുഴിച്ചിട്ടു, അതിൽ നല്ല മുന്തിരി അവിടെ നട്ടു, എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ഹല്ലേലൂയ. അവിടെ നട്ടതിന് കുഴപ്പമില്ല, പറിച്ചെടുത്തതിന് കുഴപ്പമില്ല, ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്, കിളച്ചിട്ടുണ്ട്, വളമിട്ടിട്ടുണ്ട്, കാവലിന് ഗോപുരവും പണിതിട്ടുണ്ട്, പക്ഷേ കാഴ്ചത് കാട്ടുമുന്തിരിങ്ങയത്രേ. ഇന്ന് സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ ഞാൻ നിങ്ങളെയല്ല ശോധന ചെയ്യേണ്ടത്, നിങ്ങൾ എന്നെയല്ല ശോധന ചെയ്യേണ്ടത്, നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെയാണ് ശോധന ചെയ്യേണ്ടത്. കർത്താവ് എന്തിനാണ് നമുക്കൊരു കുറവ് വരുത്തിയിരിക്കുന്നത്? നമുക്ക് എല്ലാവിധ നന്മകളും ദൈവം നൽകിയിട്ടുണ്ട്, സമാധാനം നൽകിയിട്ടുണ്ട്, സന്തോഷം നൽകിയിട്ടുണ്ട്, അനുഗ്രഹങ്ങളെ നൽകിയിട്ടുണ്ട്, പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടിട്ടുണ്ട്, ഒരു കുറവും നമുക്ക് വരുത്തിയിട്ടില്ല. പക്ഷേ കാഴ്ചതെല്ലാം കാട്ടുമുന്തിരിങ്ങ അത്രേ. ഇന്ന് കാട്ടുമുന്തിരിങ്ങ മാറി നല്ല മുന്തിരിയായി നാം തീരണം. ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്നു, കാട്ടൊലിവായ നിന്നെ കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് നാട്ടൊലിവായ ഫലപ്രദമായ ഒലിവുമരത്തിന്റെ വേരിന് പങ്കാളിയായി തീർന്നിരിക്കുന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. ഹല്ലേലൂയ. ഫലപ്രദമായ വേരിന് നമ്മെ പങ്കാളികളാക്കി തീർത്തിരിക്കുകയാണ്. അതിനർത്ഥം നമ്മുടെ കഴിവല്ല, നമ്മുടെ അറിവല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ ശ്രേഷ്ഠതയല്ല, നമ്മുടെ പാണ്ഡിത്യമല്ല. ചിലത് ഒടിച്ചെടുക്കുവാൻ കർത്താവിന് മനസ്സായി. നമ്മെ ഫലപ്രദമായ ഒലിവ് മരത്തോട് ചേർത്ത് ഒട്ടിക്കുവാൻ ദൈവത്തിന് മനസ്സായി. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ കൃപ. അതുകൊണ്ടാണ് നാം ഒന്നാമത് പാടിയത്, യോഗ്യനല്ല ഞാൻ, എന്നെ യോഗ്യനാക്കി തീർത്തത് എൻ്റെ യേശു മാത്രമാണ്. ഹല്ലേലൂയ. യോഗ്യനല്ല നമ്മൾ ആരും, ഒരു യോഗ്യതയും നമുക്ക് പറവാനില്ല. ഇന്ന് ആരെങ്കിലും യോഗ്യത പറയുന്നുവെങ്കിൽ അവനാണ് ഏറ്റവും വലിയ കള്ളൻ. ഇന്ന് യോഗ്യത പറയുവാൻ നമുക്ക് ആർക്കുമില്ല. എല്ലാം ദൈവത്തിൻ്റെ കൃപ, എല്ലാം ദൈവത്തിൻ്റെ സ്നേഹം, എല്ലാം ആ ഫലപ്രദമായ വേരിനോട് ചേർത്തതായ ഒലിവ് മരത്തോട് ചേർത്ത സുഗന്ധം പകരുത്തുന്നതായിട്ടുള്ള, സന്തോഷം തരുന്നതായിട്ടുള്ള, ഫലം തരുന്നതായിട്ടുള്ള ആ ഒലിവ് മരത്തിലേക്ക് നമ്മെ ചേർത്തതായ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇന്ന് നാം ഇവിടെ ആയിരിക്കുവാനുള്ള കാരണം. പ്രശംസിപ്പാനും പുകഴുവാനും ഒന്നുമില്ല. എന്നാൽ ഇവിടെ വായിച്ചു കേട്ടത്, കൊമ്പുകളുടെ നേരെ നീ പ്രശംസിക്കരുത്. കൊമ്പ് എന്ന് വെച്ചാൽ ഉണങ്ങിപ്പോകുന്നതാണ്. ഒടിച്ചതായിട്ടുള്ള കൊമ്പ് വെറുതെ ഇട്ടാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോകും. അതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞ് അത് വിറകിന് മാത്രമേ, തീക്ക് മാത്രമേ ഉപയോഗിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ഉണങ്ങിപ്പോകാതെ നമ്മെ കാത്തതായിട്ടുള്ള ഒരു വേരുണ്ട്, അത് സർവശക്തനായ ദൈവമാണ്. അതിനർത്ഥം ഇന്ന് ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. പലരും പറയാറുണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്, എൻ്റെ വിശ്വാസം കൊണ്ടാണ്, എൻ്റെ സമർപ്പണം കൊണ്ടാണ്, എൻ്റെ ജീവിതം കൊണ്ടാണ്, എൻ്റെ സുവിശേഷം കൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ പുറകെ, ഞാൻ കർത്താവിനെ പോലെ പോകുന്നു. ഒന്നുമല്ല, നിന്നെ ഒട്ടിച്ചതായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള വേര് നിമിത്തമാണ്. പ്രശംസിപ്പാൻ ഒന്നുമില്ല, പുകഴുവാൻ ഒന്നുമില്ല. കൊമ്പിനെ നേരെ നീ പ്രശംസിക്കരുത്. ഇന്ന് നിന്റെ കൊമ്പിൽ ഇലയുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ കൊമ്പിൽ ഫലമുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ കൊമ്പ് വാടാതെ നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് നിന്റെ കൊമ്പ് ഉണങ്ങാതെ നിൽക്കുന്നുവെങ്കിൽ, അത് ഫലപ്രദമായ ഒരു വേര് നിന്റെ കീഴിലുള്ളത് കൊണ്ടാണ്. വെള്ളവും വെളിച്ചവും ആഹാരവും തരുവാൻ സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രശംസിക്കേണ്ടത് കൊമ്പിന് നേരെയല്ല, നിന്നെ ചുമക്കുന്നതായ ഒരു വേരുണ്ട്. ഹല്ലേലൂയ. അതിന്റെ താഴ്ത്ത വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, കൊമ്പുകളുടെ നേരെ നീ പ്രശംസിക്കരുത്,
പ്രശംസിക്കുന്നു എങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെയത്രേ ചുമക്കുന്നത്. നീ ഒരിക്കലും വേരിനെയല്ല ചുമക്കുന്നത്, നിന്റെ ഫലത്തെ ചുമക്കുന്ന, നിനക്ക് ഫലം തരുന്ന, നിന്നെ വളർത്തി വലുതാക്കുന്ന, നിന്റെ കൊമ്പിൽ ഇല നൽകുന്ന, നിന്റെ കൊമ്പിൽ ധാരാളം ഫലം തരുന്ന ഒരു വേരുണ്ട്. നിന്നെ താങ്ങി നിർത്തുന്ന, നിന്നെ ചുമക്കുന്ന, നിന്നെ വഹിക്കുന്ന, നിന്നെ തോളിലെടുക്കുന്ന ഒരു വേരുണ്ട്. ആ വേരാണ് നിന്നെ നിർത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, കുലഹീനവും നികൃഷ്ടവും ലോകത്തിലേതുമില്ലാത്തതുമായിരിക്കുന്ന നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. അപ്പോൾ കുലഹീനമായത്, നികൃഷ്ടമായത്, ലോകത്തിൽ ഏതുമല്ലാത്തതായിരിക്കുന്ന നമ്മെ ദൈവം തിരഞ്ഞെടുത്തത്. അതിൻ്റെ താഴത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ ദൈവസന്നിധിയിൽ ഒരു ജഡവും ഒരിക്കലും പ്രശംസിപ്പാൻ പാടില്ല. പ്രശംസിക്കുന്നു എങ്കിൽ ചുമക്കുന്നതായ ഒരു വേരുണ്ട്, ചുമക്കുന്നതായ ഒരു വേരുണ്ട്. ഫലം കായ്ക്കുവാൻ യോഗ്യമായ ഫലപ്രദമായ ഒരു വേരുണ്ട്. ആ വേരിനാലാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. അതുകൊണ്ട് യോഗ്യത പറവാൻ നമ്മിൽ ഒന്നുമില്ല. ഞാൻ നല്ലവനെന്ന് പറയുവാൻ, ഞാൻ കൊള്ളാകുന്നവൻ എന്ന് പറയുവാൻ ഒന്നുമില്ല. ഇന്ന് നമ്മുടെ സ്വഭാവം മാറിയെങ്കിൽ, ഇന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ അതിന് കാരണം ആ ഒട്ടിച്ച് ചേർത്തതായിട്ടുള്ള ഒലിവ് മരത്തിൻ്റെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. അത് സമ്മതിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു കേട്ടത്, കൊമ്പുകളുടെ നേരെ നീ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നെങ്കിൽ നീ വേരിനെയല്ല, നിന്നെ അത്ര ചുമക്കുന്നത് എന്ന് നീ ഓർക്കാം. ഇന്ന് പലപ്പോഴും നാം മറന്നു പോകുന്നവരാണ്. എവിടെ നിന്നാണ് നാം വന്നത്? ഏതവസ്ഥയിൽ നിന്നാണ് നാം വന്നത്? എപ്രകാരമാണ് നാം ഇന്ന് കാണുന്നതായിട്ടുള്ള ഈ അനുഗ്രഹത്തിലേക്ക് വന്നത് എന്ന് നാം മറന്നു പോകുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നീ ഓർക്കുന്നവനായിരിക്കണം. ഒരു വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളെ നടത്തുന്നവരെ നിങ്ങൾ ഓർക്കണം, അവരുടെ ജീവാവസാനം കണ്ട് അവരുടെ വിശ്വാസം നീ അനുകരിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, നിന്നെ താങ്ങി നിർത്തുന്ന ഒരു വേരുണ്ട് എന്ന് നീ ഓർക്കുന്നവനായിരിക്കണം. പലപ്പോഴും അഹങ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം അപ്പോൾ തന്നെ മറുപടി നൽകി. ഞാൻ സംസാരിച്ചു, അപ്പോൾ തന്നെ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഞാൻ സംസാരിച്ചു, അപ്പോൾ തന്നെ ഈ ആലയത്തിലേക്ക് വന്നു എന്ന അനവധി ചോദ്യങ്ങളും അനവധി അഹങ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. എന്നാൽ നീ പ്രശംസിക്കരുത്, നിന്നെ ചുമക്കുന്ന ഒരു വേരുണ്ട് എന്ന് നീ ഓർക്കുന്നവനായിരിക്കണം. ഓർക്കുന്നവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. ഓർക്കുന്നതാണ് ദൈവത്തിന് പ്രിയം. ഓർക്കുന്നതാണ് ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത. ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള പൗലോസ് അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു. കർത്താവിന് വേണ്ടി അനവധി പീഡനങ്ങൾ സഹിച്ചു. അവൻ അവസാനത്തോളം കർത്താവിന് വേണ്ടി മുറുകെ പിടിച്ചു. എന്നാൽ അവൻ പറഞ്ഞത്, ഞാനാകുന്നതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. എനിക്ക് പ്രശംസിപ്പാൻ എൻ്റെ ബലഹീനതകളിൽ മാത്രമേ എനിക്ക് പ്രശംസിപ്പാനുള്ളൂ. എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത്. അതിനർത്ഥം ആ കർത്താവ് തിരഞ്ഞെടുത്തവൻ്റെ യോഗ്യത എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പാപിയിൽ ഒന്നാമനെന്ന് സമ്മതിക്കുന്നതാണ്, യോഗ്യനല്ല എന്ന് പറയുന്നതാണ്. എന്നെ ചുമക്കുന്നതായ ഒരു വേരുണ്ട് എന്ന് ഓർക്കുന്നതാണ് കർത്താവിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തി വെടിപ്പാക്കുന്നു.
അപ്പോൾ ഒന്നാമത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, കാട്ടൊലിവായ നിന്നെ ആ കൊമ്പുകളിൽ നിന്ന് ചിലത് ഒടിച്ചെടുത്ത് നാട്ടൊലിവിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളാക്കി തീർത്തിരിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിനും ദൈവത്തെ ഉയർത്തേണ്ടതിനും വേണ്ടിയാണ്. എന്നാൽ ഇവിടെ വായിച്ചു കേട്ടത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം ഫലം കായ്ക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ ആലയത്തിൽ 15, 20, 25, 30 വർഷമായി കടന്നു വരുന്നതായിട്ടുള്ള അനവധി പേരുണ്ട്. എന്നാൽ അവരോട് ചോദിക്കുന്നത് ഇപ്രകാരമാണ്, ഫലം നിന്നിലുണ്ടോ? എന്താണ് ഫലം? ആത്മാവിന്റെ ഫലമോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇത് നിന്നിലുണ്ടോ? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ നീക്കിക്കളയുന്നു. അതിനർത്ഥം അവനെ ദൈവം തള്ളിക്കളയുന്നു. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഒന്നുകിൽ നീ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ നീ ഉഷ്ണവാനായിരിക്കണം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, നീ ശീതോഷ്ണവാനാകയാൽ എന്റെ വായിൽ നിന്ന് നിന്നെ ഞാൻ ഉമിണ്ണുകളയും, നിന്നെ ഞാൻ തുപ്പിക്കളയും. അതിനർത്ഥം എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കാരണം ദൈവം ഫലം പുറപ്പെടുവിക്കുന്നവനാണ്. ഏതു കാലത്തും ഫലം പുറപ്പെടുവിക്കുന്നവനാണ് ദൈവം. അവനോട് ചേർത്ത് ഒട്ടിച്ചതായിട്ടുള്ള നാം ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തിവെടിപ്പാക്കുന്നു. അതിനർത്ഥം ചെത്തുമ്പോൾ വേദനയുണ്ടാകും. എന്തുകൊണ്ടാണ് വേദന? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, താൻ സ്നേഹിക്കുന്ന ഏതു മകനെയും തല്ലുന്നു, താൻ സ്നേഹിക്കുന്ന ഏതു മകനെയും അവൻ ശാസിക്കുന്നു. എന്തിനാണ് ചെത്തുന്നത്? നാം അവന് അധികം പ്രയോജനമുള്ളവനായി തീരുവാൻ. എന്തിനാണ് നമ്മെ ചെത്തുന്നത്? നമ്മുടെ കുറവുകളെ കാണുവാൻ. എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ശോധന വരുന്നത്? ദൈവത്തോട് ചേർന്ന് നാം ജീവിക്കുവാൻ. എന്തിനാണ് ശോധന? ദൈവ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, മറന്നു പോകാതിരിക്കുവാൻ. എന്നിൽ കായ്ക്കുന്ന കൊമ്പുകളൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ അതിനെ ചെത്തിവെടിപ്പാക്കുന്നു. എന്നാൽ അതിന് 8ാമത്തെ വാക്യത്തിലേക്ക് വരാം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. അപ്പോൾ ഫലം കായ്ച്ചാൽ, വളരെ ഫലം കായ്ച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, 12 ശിഷ്യന്മാരിൽ കൂടെ ദൈവം അനവധി കാര്യങ്ങൾ ചെയ്തു. അതിലൊരുവൻ ശിക്ഷാവിധിയിലേക്ക് പോയെങ്കിലും ബാക്കി 11 പേരിൽ കൂടെ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അത് ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നതുകൊണ്ടാണ്. ഈ അന്ത്യകാലത്ത് ദൈവം ഈ ആലയം ഒരുക്കിയിരിക്കുന്നത്, ഈ ആലയത്തിൽ നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത് ഫലപ്രദമായ ഒലിവ് മരത്തോട്, അതിൻ്റെ വേരിനോട് നമ്മെ ഒട്ടിച്ച് ചേർത്തിരിക്കുന്നത് നാം അധികം ഫലം കായ്ക്കേണ്ടതിനും അവൻ്റെ ശിഷ്യന്മാരായി തീരേണ്ടതിനും വേണ്ടിയാണ്. എന്നാൽ ഇവിടെ വായിച്ചു കേട്ടത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. കർത്താവ് നമ്മെ വിളിച്ചത് അവൻ്റെ ശിഷ്യന്മാരായി തീരേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ അതിൻ്റെ 7ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 5 മുതൽ വായിക്കാം. 5 മുതൽ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പോൾ വളരെ ഫലം കായ്ക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും.
അതിനർത്ഥം ദൈവത്തിൻ്റെ വചനം മുന്നമേ കേൾപ്പിച്ചത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് വിളിക്കപ്പെടും. ഇവിടെ കേൾപ്പിച്ചത് വളരെ ഫലം കായ്ക്കുവാൻ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നെങ്കിൽ. അതിനർത്ഥം നാം കർത്താവിനോട് പറ്റിച്ചേർന്നായിരിക്കണം. ഈ ലോകത്തെയല്ല നാം സ്നേഹിക്കേണ്ടത്, ലോകത്തിലുള്ളതിനെയല്ല നാം സ്നേഹിക്കേണ്ടത്, ജഡത്തെയല്ല നാം സ്നേഹിക്കേണ്ടത്, കാണപ്പെടുന്നതിനെയല്ല നാം സ്നേഹിക്കേണ്ടത്. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ നൽകിയ സർവശക്തനായ ദൈവത്തെ നീ സ്നേഹിച്ചാൽ, നീ അവനിൽ വസിച്ചാൽ, അവൻ നിന്നിൽ വസിച്ചാൽ നീ വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. ദൈവത്തിന് അനവധി പേര് വേണമെന്നില്ല, ഒരുവൻ മതി. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരുവൻ മതി. ഒരുവനിൽ കൂടിയാണ്, പൗലോസിൽ കൂടിയാണ് 14 സഭകൾ 14 ലേഖനങ്ങൾ എഴുതുവാൻ ഇടയാക്കി തീർത്തിരിക്കുന്നത്. ആ ഒരുവൻ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവനിൽ കൂടെ അനേകരെ ചേർക്കുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിനു വേണ്ടി നിന്നു, ഒരുവനായി ഏകനായി നിന്നു. ആരുമില്ല സഹായിപ്പാൻ, ആരുമില്ല കൈത്താങ്ങാൻ, എന്നാൽ ഏകനായി നിന്നു. ഒരു കാര്യം ചെയ്തു, കർത്താവിൽ വസിച്ചു. അതിൻ്റെ അനന്തര ഫലം അനവധി ഫലം കായ്ക്കുവാനിടയായി തീർന്നു. എന്നാൽ ഈ ആലയത്തിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്നത് കർത്താവിൽ ചേർന്ന് വസിക്കേണ്ടതിന് വേണ്ടിയാണ്. അതിനർത്ഥം നാം ആരോടും ചേരുവാനല്ല, സർവശക്തനായ ദൈവത്തോട് ചേരുന്നവനായിരിക്കണം. ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഞാൻ ആരോടാണ് ചേർന്നിരിക്കുന്നത്? ഇവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അവിടെ പറയുന്നത് എന്നോട് ചേർന്നിരിക്കുന്ന അവനോട് ചേർന്നാൽ ഫലം കായ്ക്കുമെന്നുള്ളതല്ല. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഇന്ന് ഫലം കായ്ക്കാതെ പോകുന്നതിന്റെ കാരണം നാം പലരോടും ചേരുന്നത് കൊണ്ടാണ്. പലരോടുമല്ല ചേരേണ്ടത്, എനിക്ക് വേണ്ടി ജീവനെ നൽകിയ ഫലപ്രദമായ വേരിനോടാണ് നാം ചേരേണ്ടത്. ആരോട് ചേർന്നാലും നിന്റെ കൊമ്പ് ഉണങ്ങിപ്പോകും. എന്നാൽ ഫലപ്രദമായ വേരിനോട് നീ ചേർന്നിരിക്കുന്നെങ്കിൽ, അവനിൽ നീ വസിക്കുന്നെങ്കിൽ, അവനെ നീ ആരാധിക്കുന്നെങ്കിൽ, അവനെ നീ സ്നേഹിക്കുന്നെങ്കിൽ, അവന്റെ കൽപ്പനകളെ നീ പ്രമാണിക്കുന്നെങ്കിൽ അവൻ നിന്നിലും വസിക്കും. അവൻ നിന്നിൽ വസിച്ചാൽ വളരെ ഫലം കായ്ക്കും. അല്ലാതെ ഒന്നും ഫലം കായ്ക്കുവാൻ സാധ്യമല്ല. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ നീക്കിക്കളയും. നീക്കിക്കളയേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. ഇവിടെ വായിച്ചു കേട്ടത്, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അതിന്റെ താഴത്തെ വാക്യം, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവനെ കൂടാതെ നിനക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. നീ എന്തെല്ലാം കാണിച്ചാലും, എന്തെല്ലാം ചെപ്പിടി വിദ്യ കാണിച്ചാലും, ഏതെല്ലാം വഴിയിൽ കൂടി പോയാലും അവനെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവനെ കൂടാതെയുള്ള നിന്റെ യാത്ര അത് നിത്യമായ തീപ്പൊയ്കയിലേക്ക് ആയിരിക്കും. അവനെ കൂടാതെയുള്ള യാത്ര, കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചതുപോലെ, കടലിൻ്റെ ഏറ്റവും അടിയിലേക്കായിരിക്കും. അതിനർത്ഥം പാതാളത്തിലേക്കായിരിക്കും. അവനെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. യേശു തൻ്റെ ശിഷ്യന്മാരിൽ കൂടെ അനവധി അത്ഭുതങ്ങൾ ചെയ്തു. ശിഷ്യന്മാരുടെ നിഴൽ വീണാൽ സൗഖ്യം പ്രാപിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു. അനവധി കാര്യങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരിലൂടെ ചെയ്തു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ അവനോടുകൂടെ ആയിരുന്നു. ഹല്ലേലൂയ. ശിഷ്യന്മാർ ആരോടും ചേർന്നില്ല. അവരെല്ലാവരും ചേർന്നത് അവന് വിളിച്ചവനായ ദൈവത്തോടാണ് അവർ ചേർന്നത്. അതിനർത്ഥം ഈ ആലയത്തിൽ ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത്. ദൈവം എന്തിനു വേണ്ടിയാണ് പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത്? ആരോടും ചേരുവാനല്ല, ദൈവത്തോട് ചേരുവാനാണ്. ഈ ആലയത്തിൽ ദൈവം അരുളി ചെയ്തത്, നിങ്ങൾ ആരോടും ചേരരുത്, നിങ്ങൾ എന്നോടാണ് ചേരേണ്ടത്. ഹല്ലേലൂയ. അതാണ് ഈ വചനം. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്താണ് ഫലത്തിന് കുറവ്? അവനിൽ വസിക്കാത്തത് കൊണ്ടാണ്.
എന്താണ് ഫലത്തിന് കുറവ്? അവൻ നിങ്ങളിൽ വസിക്കാത്തത് കൊണ്ടാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട്, എന്നിൽ വസിക്കാത്തവന് വലിയൊരു മുന്നറിയിപ്പാണ്. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. ഉണങ്ങിപ്പോകുവാനല്ല ദൈവം നമ്മെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നത്. ദൈവം നമ്മെ ഇത്രയും വർഷം പോറ്റി പുലർത്തിയത് ഉണങ്ങിപ്പോകേണ്ടതിനല്ല. ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഒരു കൊമ്പ് പോലെ ഞാൻ എടുത്ത് പുറത്തേക്ക് കളയും. ആ കൊമ്പ് ഉണങ്ങിപ്പോകും. ആ ഉണങ്ങിപ്പോയതായിട്ടുള്ള കൊമ്പ് ചേർത്ത് തീയിലിടും. എത്ര വലിയ മുന്നറിയിപ്പാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഒരു കൊമ്പ് പോലെ പുറത്തിടും. ദൈവത്തിന് യാതൊരു മടിയുമില്ല പുറത്ത് കളയുവാൻ. കാരണം യോഗ്യതയും നന്മയും ഒന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മെ ഒട്ടിച്ച് ചേർത്തത്. എന്നാൽ ഒട്ടിച്ച് ചേർത്തിട്ടും, ജീവനെ നൽകി സ്നേഹിച്ചിട്ടും, ചങ്കിലെ ചോര തന്ന് നമ്മെ സ്നേഹിച്ചിട്ടും, തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിട്ടും, നമ്മുടെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞിട്ടും, വേണ്ടുന്നതെല്ലാം നമുക്ക് നൽകിയിട്ടും, ഒരു കുറവും കൂടാതെ നമ്മെ പരിപാലിച്ചിട്ടും, നീ ഫലം കായ്ക്കുന്നില്ല എങ്കിൽ, കർത്താവിനോട് ചേർന്ന് നീ ജീവിക്കുന്നില്ല എങ്കിൽ, നിന്റെ ജീവിതത്തിൽ യാതൊരു ഫലവുമില്ല എങ്കിൽ, ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് നീ ഉണങ്ങിപ്പോകും. ഉണങ്ങിയതായിട്ടുള്ള കൊമ്പുകളെല്ലാം ചേർത്ത് അത് വെന്തു പോകുവാനിട വരരുത്. തീ ശോധന ചെയ്യുമ്പോൾ നീ പൊന്നുപോലെ പുറത്തു വരയണം. നീ ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരണം. എന്നാൽ മാത്രമേ ദൈവം നമ്മോടുകൂടി ഇരിക്കുകയുള്ളൂ. അവൻ നമ്മോടുകൂടി ഇരുന്നാൽ മാത്രമേ ഫലം കായ്ക്കുകയുള്ളൂ. ഫലം കായ്ച്ചാൽ മാത്രമേ അവൻ്റെ രാജ്യം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ ഒരു കൊമ്പ് പോലെ പുറത്തു കളയും, അത് തീയിലിടും, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇന്ന് അപേക്ഷിക്കുന്നതൊക്കെയും നമുക്ക് ലഭിക്കണം. അപേക്ഷിക്കുന്നതൊക്കെയും ലഭിക്കണമെങ്കിൽ ഇവിടെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കണം. അതിനർത്ഥം നീ എന്നോട് ചേർന്നിരിക്കണം. രണ്ടാമത്, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം. ഈ വചനം ഒരു കണ്ണാടി പോലെ നീ എടുക്കുകയും നിന്റെ കുറവുകളെ കാണുകയും അത് വായിക്കുകയും അത് ഗ്രഹിക്കുകയും കുറവുകളെ കാണുകയും ആ കുറവുകളെ പരിഹരിക്കുകയും ചെയ്യുന്നവന് മാത്രമേ അവൻ്റെ അപേക്ഷ മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ. ആ വചനം ഒരിക്കൽ കൂടി വായിക്കാം. ഇന്ന് നാം അപേക്ഷിക്കുവാൻ കടന്നു വന്നവരാണ്. ഇന്ന് നാം പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നവരാണ്. ഇന്ന് വലിയ അനുഗ്രഹത്തിന് വേണ്ടി കടന്നു വന്നവരാണ്. ഇന്ന് അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്നവരാണ്. എന്താണ് ദൈവം പ്രാർത്ഥന കേൾക്കാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. കിട്ടുമായിരിക്കും എന്നുള്ളതല്ല, ചിലപ്പോൾ കിട്ടിയേക്കാം എന്നുള്ളതല്ല, പിന്നീട് ദൈവം തരുമെന്നുള്ളതല്ല, അത് നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഭാഗത്താണ് കുറവ്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ യാതൊരു മടിയുമില്ല. ദൈവം പ്രവർത്തിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു, നിങ്ങൾ എന്നിലാണോ? രണ്ട്, എൻ്റെ വചനം നിങ്ങളോട് കൂടെയുണ്ടോ? നിങ്ങളിൽ അത് വസിക്കുന്നുണ്ടോ? തെറ്റുകളിലേക്ക് പോകുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്തപേക്ഷിച്ചാലും ഞാനത് നിങ്ങൾക്ക് തരും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ തരാതെ പോകുന്നെങ്കിൽ ഞാൻ ദൈവത്തിലല്ല, ദൈവത്തിൻ്റെ വചനം എന്നിലുമല്ല എന്ന് ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ താഴത്തെ വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഹല്ലേലൂയ. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ
എൻ്റെ പിതാവ് അങ്ങനെ മഹത്വപ്പെടുന്നു. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ വളരെ ഫലം കായ്ക്കാൻ ദൈവം നമ്മെ വിളിച്ചത് ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ വിളിച്ചത് കൊമ്പിനെ നേരെ പ്രശംസിക്കുവാനല്ല, വേരിനെ പുകഴ്ത്തുവാനും വേരിനെ നമ്മെ ചുമക്കുന്നതായിട്ടുള്ളൊരു വേര് ഉണ്ട് എന്ന് ഓർമ്മയോടുകൂടി ആയിരിക്കുവാനുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരാം. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു മുഴുവനും നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയതായിട്ടുള്ള വചനമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ അത് മുഴുവനായി നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. ഇതുപോലെ അറിയിക്കപ്പെട്ടതായ ഒരാലയം, ഒരു പ്രസ്ഥാനമോ ലോകത്തിലെവിടെയുമില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ദൈവം വാനസേനയോടുകൂടെ താഴ്ന്നിറങ്ങി വന്ന് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. 2 ദൈവത്തിൻ്റെ ദാസനിലൂടെ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. 3 ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നുണ്ട്. 4 ഇന്നും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മോട് ഇടപെടുന്നുണ്ട്. ഇവിടെ വായിച്ചു കേട്ടത് ദൈവത്തിന്റെ ആലോചന ഞാൻ ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും നിങ്ങളോട് അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. അതിന് താഴ്ത്ത വാക്യം, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷനാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മെ വിളിച്ചത് സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധ്യക്ഷനാക്കി വെച്ച ആരെങ്കിലും തോന്നിയതുപോലെ അധ്യക്ഷ സ്ഥാനം എടുത്തവനല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ വാക്യം കൂടി വായിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ച ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷനാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ അധ്യക്ഷരാക്കി വെച്ചത്, അവൻ നമ്മെ തിരഞ്ഞെടുത്തത് സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്. ആരെയാണ് സൂക്ഷിക്കേണ്ടത്? ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കുന്നവരായിരിക്കണം. ആട്ടിൻകൂട്ടത്തെ ചെതറിക്കുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുന്നവരായിട്ടാണ് നമ്മൾ ഓരോരുത്തരും തീരേണ്ടത്. എൻ്റെ വാക്ക് നിമിത്തം, എൻ്റെ പ്രവൃത്തി നിമിത്തം, എൻ്റെ കയ്യിലിരിപ്പ് നിമിത്തം ആട്ടിൻകൂട്ടം ചെതറിപ്പോകുന്നു എങ്കിൽ അത് നിങ്ങളോടാണ് ദൈവം ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഓരോരുത്തരും ദൈവസന്നിധിയിൽ ശോധന ചെയ്യണം. ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്. നിന്റെ പേരറിയപ്പെടുവാനല്ല, നിന്റെ സ്ഥാനം അറിയപ്പെടുവാനല്ല, നിന്റെ പേര് ഉയർത്തുവാനല്ല, ഞാൻ ശരിയെന്ന് പറയുവാനല്ല. ദൈവം തിരഞ്ഞെടുത്തതായ ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് നിന്റെ വാക്ക് നിമിത്തം, നിന്റെ പ്രവൃത്തി നിമിത്തം ഒരു വ്യക്തി അകന്നു പോയാൽ അതിൻ്റെ ശിക്ഷാവധി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവം അരുളി ചെയ്യുകയാണ്. ആട്ടിൻകൂട്ടം മുഴുവനെയും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. അതിന്റെ താഴത്തെ വാക്യം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ആരാണ് ചെന്നായ? ആരാണ് കൊടിയ ചെന്നായ? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത. അതിനർത്ഥം ആ ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള ആട്ടിൻകൂട്ടത്തെ സ്നേഹിക്കാത്ത, മുഖപക്ഷം കാണിക്കുന്ന ചില ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ചിലരോട് ചില സ്ഥാനം, ചിലരോട് മാത്രം സ്നേഹം, ചിലരോട് മാത്രം ഉപദേശം, ചിലരോട് മാത്രം നിങ്ങൾ കൈക്കൊള്ളുന്നു, ചിലരെ മാത്രം നിങ്ങളോട് ചേർക്കുന്നു. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം ഒരിക്കൽ കൂടി വായിക്കാം.
ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ ആരാണ് ചെന്നായ? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്തവർ. ദൈവത്തിന്റെ ആലയത്തെയും ദൈവത്തിന്റെ ജനത്തെയും ദൈവത്തിന്റെ പ്രവർത്തനത്തെയും നീ ആദരിക്കാതെ പോകുന്നെങ്കിൽ നീ വലിയ കൊടി ചെന്നായാകുന്നു എന്ന് ഇന്ന് സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ് നിങ്ങളോട് അറിയിക്കുന്നത്. എൻ്റെ വാക്കല്ല, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ് ഇവിടെ വായിച്ചു കേട്ടത്. അത് ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ മനസ്സിൽ അത് സൂക്ഷിച്ചു കൊള്ളണം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ആരാണ് ചെന്നായ? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്തവർ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ ആലയത്തിൽ കഞ്ഞി കൊടുത്താൽ അത് പ്രസാദം, ചിലർക്ക് പ്രസാദം, ചിലർക്ക് അത് അയോഗ്യം. അല്ലെങ്കിൽ ഒരു പായസം കൊടുത്താൽ അത് ചിലർക്ക് നല്ലത്, ചിലർക്ക് കൊള്ളരുതാത്തത്. ഒരു ബിരിയാണി കൊടുത്താൽ ചിലർക്ക് നല്ലത്, ചിലർക്ക് കൊള്ളരുതാത്തത്. ഇവിടെ ദൈവത്തിന്റെ ആലയത്തിൽ ഞാൻ പോയ ശേഷം അതിനർത്ഥം ആട്ടിൻകൂട്ടത്തെ നാം ആദരിക്കണം. ഹല്ലേലൂയ. അധ്യക്ഷനെ അല്ല ആദരിക്കേണ്ടത്, ആട്ടിൻകൂട്ടത്തെയാണ് ആദരിക്കേണ്ടത്. അതിനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നത്. അതിനർത്ഥം ആട്ടിൻകൂട്ടത്തെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ദൈവം കൂട്ടിവരുത്തുന്ന അവന്റെ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്തവരാണ് ചെന്നായ്ക്കൾ. അത് ഏത് മേഖലയിലായാലും, പ്രാർത്ഥനയിലായാലും, വചനത്തിലായാലും, കഞ്ഞിപ്പുരയിലായാലും, ഏത് സ്ഥലത്തായാലും ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്തവൻ കൊടിയ ചെന്നായാകുന്നു എന്ന് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത, അതിനർത്ഥം ദൈവത്തിന്റെ ആലയത്തിലേക്ക് ദൈവം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആകർഷിക്കാതെ ആരും എൻ്റെ ആലയത്തിലേക്ക് വരികയില്ല. രണ്ടാമത്, ഇവിടെ വരുന്നവരെല്ലാം ഞാൻ കൂട്ടിവരുത്തുന്നവരാണ്. അവരെ സ്നേഹിക്കേണ്ടത്, അവരെ താങ്ങേണ്ടത്, അവരെ ആശ്വസിപ്പിക്കേണ്ടത്, അവരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. അവർ തെറ്റിപ്പോയാലും അവരെ ആദരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വചനം നമ്മൾ അനവധി പ്രാവശ്യം കേട്ടിട്ടുള്ളവരാണ്, അനവധി പ്രാവശ്യം വായിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് ദൈവം നമുക്ക് വ്യക്തമായി തെളിയിച്ച് നൽകിയിരിക്കുന്നു. അത് എനിക്കും അത് ഇന്നാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചത്. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്തവൻ, ആട്ടിൻകൂട്ടത്തെ സ്നേഹിക്കാത്തവൻ, ആട്ടിൻകൂട്ടത്തെ ഭിന്നിപ്പിക്കുന്നവൻ, ആട്ടിൻകൂട്ടത്തിന് നേരെ പ്രശ്നമുണ്ടാക്കുന്നവൻ വലിയ ചെന്നായാകുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുന്നു. നമ്മെ വിളിച്ചത് ആദരിക്കേണ്ടതിന്. ഹല്ലേലൂയ. ആദരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയെങ്കിൽ, യേശു ജനത്തെ ആദരിച്ചുവെങ്കിൽ, തൻ്റെ പദവി നോക്കാതെ ജനത്തെ അവൻ സ്നേഹിച്ചുവെങ്കിൽ, അതേപോലെ ആ വേരിനാണ് നിങ്ങളെ പങ്കാളികളാക്കി തീർത്തിരിക്കുന്നത്. ആ വേരിലാണ് നമ്മെ ഒട്ടിച്ച് ചേർത്തിരിക്കുന്നത്. ആ കൊമ്പിലാണ് നമ്മെ, ആ വൃക്ഷത്തിലാണ് നമ്മെ ഒട്ടിച്ച് ചേർത്തിരിക്കുന്നത്. അത് അവൻ്റെ ജനത്തെ ആദരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആലയത്തിൽ എല്ലാം ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ ദാസൻ ആലയം തുടങ്ങിയതായിട്ടുള്ള നാളുകൾ തുടങ്ങി എല്ലാം നല്ലത് മാത്രം ദൈവജനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുപ്പാൻ ആഗ്രഹിച്ചതാണ് ദൈവത്തിൻ്റെ ദാസൻ. എന്നാൽ അതൊക്കെ മറക്കും, ബാക്കി ചില കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഓർക്കുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിലും ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വരുന്ന ജനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായത് കരുതണം. ഹല്ലേലൂയ. അത് ഭക്ഷണമായാലും, അത് വസ്ത്രമായാലും, അത് കക്കൂസ് കുളിമുറിയായാലും, എന്തെല്ലാമായാലും അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് കരുതണം. അതാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ ആദരിക്കുന്നവരായിരിക്കണം. അതിൻ്റെ താഴത്തെ വാക്യം വായിക്കാം. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി. അപ്പോൾ അതിനർത്ഥം യേശുവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാർക്ക് ചില ശിഷ്യന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ.
ഇവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്. ശിഷ്യന്മാരെ, ഏത് ശിഷ്യന്മാരെ? അവരുടെ ശിഷ്യന്മാരെ. കർത്താവിന്റെ ശിഷ്യന്മാരല്ല അവർ, അവരുടെ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. എന്റെ പിന്നാലെ ആരും വരണ്ട, നിങ്ങൾ കർത്താവിന്റെ പിന്നാലെയാണ് പോകേണ്ടത്. ഇവിടെ ചില ശിഷ്യന്മാർ, ചില വ്യക്തികൾ തങ്ങളുടെ പിന്നാലെ വിപരീതോപദേശം പിന്നാലെ വലിച്ചു കളയുവാൻ, ഞാനാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പ്രവർത്തിക്കുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി എന്ന് പറഞ്ഞ് തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഹല്ലേലൂയ. എവിടുന്നാണ് വരുന്നത്? മറ്റു സഭകളിൽ നിന്നല്ല, അല്ലെങ്കിൽ അടുത്ത സംസ്ഥാനത്ത് നിന്നല്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഇന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ ആലയത്തിൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന, കേൾക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും, പലരും അറിഞ്ഞിട്ടുണ്ടാകും. ഈ ആലയത്തിലെ പ്രാർത്ഥന ശരിയല്ല, പ്രസംഗം ശരിയല്ല, ഈ ആലയത്തിലെ ശുശ്രൂഷകൾ ശരിയല്ല, ഇവിടെ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ ശരിയല്ല, ഇവിടെ കക്കൂസുണ്ടാക്കി കുളിമുറി ഉണ്ടാക്കി അത് ശരിയല്ല, ഇവിടെ ഓണത്തിന് സദ്യ വിളമ്പിയില്ല, ഇവിടെ ഓണത്തിന് മധുരം കൊടുത്തു അത് ശരിയല്ല. ഈ ശരിയല്ല എന്ന് മാത്രം കേൾക്കുന്നതായിട്ടുള്ള എത്ര പേരുണ്ട്? അവരെന്താണ് പറയുന്നത്? ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് ശരി, ഇത് ശരിയല്ല, ഇത് ദൈവം പറഞ്ഞിട്ടില്ല, ഇത് ദൈവം പറഞ്ഞിട്ടില്ല, ഇത് ദൈവം പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുമില്ല, ഞങ്ങൾ മാത്രം ശരി. ഞങ്ങളുടെ പ്രാർത്ഥന നോക്കൂ, ഞങ്ങളുടെ പ്രസംഗം നോക്കൂ, ഞങ്ങളുടെ പാട്ട് നോക്കൂ, ഞങ്ങളുടെ മറ്റത് നോക്കൂ, ഇതാണ് ശരി. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ ആലയവും ദൈവവുമാണ് ശരി. നിങ്ങൾ ആര് എന്ത് ചിന്തിച്ചാലും, നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും, നിങ്ങളെ എന്തെല്ലാം വിശ്വസിപ്പിച്ചാലും, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇവിടെ വായിച്ചതായിട്ടുള്ള വചനം നിങ്ങൾ ഓർത്തോ, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഇത് എൻ്റെ അല്ല, എൻ്റെ അപ്പൻ്റേതുമല്ല, ഇത് സർവശക്തനായ ദൈവം സ്ഥാപിച്ചതായ ദൈവത്തിൻ്റെ ആലയമാകുന്നു. ഈ ആലയം ശരിയല്ല എന്ന് പറയുവാൻ, ഈ ആലയത്തിലെ പ്രവർത്തനം ശരിയല്ല എന്ന് പറയുവാൻ ഇവിടെ ആരുമില്ല. അവരെ ഒരു കൊമ്പ് പോലെ പുറത്ത് സർവശക്തനായ ദൈവം കളയുമെന്ന് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കേട്ട് മാനസാന്തരപ്പെട്ടുകൊള്ളണം. ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇന്നിവിടെ നിന്ന് അവസാനിപ്പിച്ചു കൊള്ളണം. ഇത് ദൈവത്തിന്റെ ആലയമാണ്. ഇല്ല എങ്കിൽ ഒരു കൊമ്പ് പോലെ ദൈവം പുറത്ത് കളയും. അപ്പോൾ ശരിയേതാകുന്നു എന്ന് ദൈവം നിങ്ങൾക്ക് തെളിയിച്ചു തരും. ഇവിടെ തങ്ങളുടെ ശിഷ്യന്മാരെ, വളരെ വ്യക്തമായിട്ടുള്ള വചനമാണ്, തങ്ങളുടെ ശിഷ്യന്മാരെ, തങ്ങളുടെ പിന്നാലെ അവരുണ്ടാക്കിയതായിട്ടുള്ള ശിഷ്യന്മാർ, അവരെ അനുഗമിക്കുന്നതായിട്ടുള്ള ശിഷ്യന്മാർ അവരുടെ പിന്നാലെ പോകണം. രണ്ട്, അത് തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഉണ്ടാകും, അവർ എഴുന്നേൽക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ശരിയാണല്ലോ, പറയുമ്പോഴേ ശരിയാണല്ലോ, ഇത് ശരിയായിരുന്നല്ലോ, അത് ശരിയായിരുന്നല്ലോ. ശരി ദൈവം മാത്രമേ ഉള്ളൂ. ഇവിടെ ആരെയും ശരി നോക്കുവാനും ശരി തീരുമാനിക്കുവാനും ആക്കിയിട്ടില്ല. ശരി സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഞാൻ ശരിയല്ല, എൻ്റെ ദൈവമാണ് ശരി. ഞാനല്ല ശരി, എൻ്റെ ദൈവമാണ് ശരി.
ഞാനല്ല ശരി, എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ് ശരി എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? എൻ്റെ ദൈവമാണ് ശരി, എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ് ശരി, എൻ്റെ ദൈവത്തിൻ്റെ ജനമാണ് ശരി എന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? അവരാണ് സർവശക്തനായ ദൈവത്തിൻ്റെ മക്കൾ. അതിനർത്ഥം ഞാൻ ഒന്നാമത് പറഞ്ഞു, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഒന്ന്, ഞാൻ അവനിലും അവൻ എന്നിലുമായിരിക്കെ. നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്യേണ്ടത്, ഞാൻ ആരിലാണ് വസിക്കുന്നത്, ഞാൻ ആരുടെ ഉപദേശത്തിനാണ് കീഴ്പ്പെടുന്നത്, ഞാൻ ആരുടെ ഉപദേശത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്, ആ ഉപദേശം ശരിയെന്ന് പറഞ്ഞിട്ടാണോ ഞാൻ പോകുന്നത്? നിങ്ങൾക്ക് ഏത് കേൾക്കുവാനും ഏത് വിശ്വസിക്കുവാനും ഏതിനെ അനുഗമിക്കുവാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനൊപ്പം പോയിക്കൊള്ളാം, എനിക്ക് യാതൊരു പരാതിയുമില്ല. പക്ഷേ ഇത് ശരിയല്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. ദൈവത്തിൻ്റെ ദാസനോട് പണ്ട് ചെറിയൊരു ഓലപ്പര ഉണ്ടാക്കി അതിൽ പ്രാർത്ഥന നടത്തിയപ്പോൾ ഒരാൾ ഇപ്രകാരം പറഞ്ഞു, അതാ പാസ്റ്റർ പുതിയ കള്ള് ഷാപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ടതും പാസ്റ്റർ ഡ്രസ്സ് മാറി പുള്ളിയുടെ വീട്ടിൽ പോയി കഴുത്തിപ്പിടിച്ചില്ല എന്ന് മാത്രം, ബാക്കിയെല്ലാം ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എൻ്റെ ആലയത്തെ നീ ഒന്നും പറയാം, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പം അതിനർത്ഥം നിങ്ങൾ ആര് എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. അതൊക്കെ കേട്ട് ചെറുപ്പം മുതൽ ഇതൊക്കെ കേട്ട് എനിക്ക് ശീലമുണ്ട്. അതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. എന്നെ ദൈവമാക്കി വെച്ചതായിട്ടുള്ള സ്ഥാനത്ത് മുന്നോട്ട് മരണം വരെയും പോകണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ ആകേണ്ടതുപോലെ എനിക്ക് ആയിത്തീരുവാൻ കഴിഞ്ഞിട്ടില്ല. വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്. ഞാൻ മനുഷ്യനാണ്, കൊള്ളരുതാത്തവനാണ്, പോരായ്മകളുള്ളവനാണ്. എന്നാൽ എൻ്റെ ദൈവം യോഗ്യനാണ്. ഹല്ലേലൂയ. എന്നെ കാട്ടൊലിവായിരുന്ന എന്നെ ഓടിച്ചുകൊണ്ട് നാട്ടൊലിവായ വൃക്ഷത്തോട് ചേർത്തൊട്ടിച്ചത് എൻ്റെ സർവശക്തനായ ദൈവമാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. എൻ്റെ തീരുമാനമല്ല, എൻ്റെ അപ്പൻ്റെ തീരുമാനപ്രകാരമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആയിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തത്തിന് വേണ്ടിയോ, എൻ്റെ മക്കൾക്ക് വേണ്ടിയോ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ, എൻ്റെ ഭാവിക്ക് വേണ്ടിയോ ഞാനൊന്നും കരുതിയിട്ടില്ല. അത് സർവശക്തനായ ദൈവത്തിൻ്റെ വചനമുയർത്തി എനിക്ക് ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാനായിട്ട് കഴിയും. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മയുണ്ടോ അതെല്ലാം എൻ്റെ ദൈവത്തിൻ്റേത് മാത്രം. എൻ്റെ കഴിവുകൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്, എൻ്റെ യോഗ്യത കൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഏറ്റവും പൊട്ടനും ഒന്നും അറിയാത്തതായിട്ടുള്ള ഒരു പൊട്ടനുമാണ് ഞാൻ. ഒന്നും ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ സംസാരിപ്പാനോ ഒരു യോഗ്യതയുമില്ലാത്തതായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്നാൽ ദൈവത്തിന് എന്നോട് മനസ്സലിഞ്ഞു, ദൈവം എന്നോട് കരുണ കാണിച്ചു. അതൊരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഈ ആലയത്തിൽ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. അത് എൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹമാണ്. ആരസൂയപ്പെട്ടിട്ടും അതിന് കാര്യമില്ല, ആരതിനെതിരെ ചിന്തിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. എന്നെ നിർത്തിയത് എൻ്റെ ദൈവമാണ്. എന്നെ നിർത്തിയത് എന്നെ അറിയുന്ന എൻ്റെ ദൈവമാണ്. എൻ്റെ കുറവുകളെ അറിയുന്ന, എൻ്റെ പോരായ്മകളെ അറിയുന്ന, എൻ്റെ തെറ്റുകൾ അറിയുന്ന, എൻ്റെ ജീവിതം മുഴുവനായി അറിയുന്ന എൻ്റെ ദൈവമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വായിച്ചു കേട്ടത്, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാൻ വിപരീതോപദേശം, ദൈവത്തിന്റെ ആലയത്തോട് ചേരുവാൻ തടസ്സം, ദൈവത്തിന്റെ ആരാധനയോട് ചേരുവാൻ തടസ്സം, ദൈവത്തിന്റെ ജനത്തോട് ചേരുവാൻ തടസ്സം, ദൈവത്തിന്റെ ആലയത്തിലെ പ്രവർത്തനത്തോട് ചേരുവാൻ തടസ്സം, ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷകളോട് ചേരുവാൻ തടസ്സം. ആർക്കാണ് തടസ്സം? അത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഏതാണ് വിപരീത ഉപദേശം? ആലയത്തിൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നതാണ് വിപരീതമായ ഉപദേശം. ഇവിടെ ആരും ശരിയും തെറ്റും തീരുമാനിക്കുവാനില്ല. തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, ദൈവം ഈ ആലയത്തിൽ താഴ്ന്നിറങ്ങി വന്ന് സംസാരിച്ചത് ഒരൊറ്റ കാര്യം മാത്രമാണ്. എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്നില്ല എങ്കിൽ അവനെ ഞാൻ പുറത്താക്കി കളയും, ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോവുകയില്ല. അപ്പോൾ അതിനർത്ഥം
ഞാനാണോ കൊള്ളരുതാത്തവൻ, ദൈവം തീർച്ചയായും എന്നെ നീക്കിക്കളയും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഞാനാണ് കൊള്ളരുതാത്തവനെങ്കിൽ, ഞാനാണ് തെറ്റുകാരനെങ്കിൽ തീർച്ചയായും ദൈവം എന്നെ പുറത്താക്കി കളയും. കാരണം ദൈവത്തിൻ്റെ ആലയത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല. രണ്ടഭിപ്രായത്തോടെ, രണ്ട് ചിന്തകളോടുകൂടെ ആരും ആയിരിക്കരുത് ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കുന്നത്. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ, ഞാൻ അവനിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരും. എന്നാൽ അതിൻ്റെ താഴത്തെ വാക്യം വായിക്കാം. ഞാൻ ചില ശിഷ്യന്മാരെ വിപരീതോപദേശം പ്രസ്താവിച്ച് തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കും. ആരാണ് ഉണർന്നിരിക്കേണ്ടത്? ഓ ശരി 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 എന്ന് കേൾക്കുന്നവരാണ് ഉണർന്നിരിക്കേണ്ടത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് സത്യം എന്ന് നിങ്ങൾക്കറിയാം. ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ടിട്ടുള്ളവരാണ് എല്ലാവരും തന്നെ. വളരെ ചുരുക്കം പേര് മാത്രമേ ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കാത്തതായിട്ടുള്ള വ്യക്തികളുള്ളൂ. എന്നാൽ എല്ലാം അറിയാം ഏതാണ് ശരി, ഏതാണ് ദൈവം പറഞ്ഞത്, എന്താണ് ദൈവത്തിൻ്റെ ദാസൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ ചെയ്തതിനപ്പുറം ചെയ്യുവാനല്ല. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, കർത്താവിനെ പോലെ ആയിത്തീരണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. അതിന്റെ താഴത്തെ വാക്യം, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. അതിലേക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം അതിക്രമിച്ചു പോയി. ഇവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് നമ്മുടെ കുറുവാക്യത്തിലേക്ക് കടന്നു വരാം. കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, എന്നാൽ നിന്നെ അല്ല. കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നത് എന്ന് ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോകുവാനുള്ള കാരണം അവിശ്വാസം. ഇത് ദൈവത്തിൻ്റെതാണോ? ഇത് ദൈവത്തിൻ്റെ ജനമാണോ? ഇത് ദൈവത്തിൻ്റെ ദാസനാണോ? ഇത് ദൈവത്തിൻ്റെ വചനമാണോ? അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ നീ ഭയപ്പെടുക. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 4 മുതൽ ചില വാക്യങ്ങളൊന്ന് ഓടിച്ചു വായിക്കാം. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ പ്രത്യക്ഷനായി എന്ന് നാം അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല. അറിഞ്ഞിട്ടുമില്ല. 9 വരെ വായിക്കാം. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചത് അവനോടൊപ്പം ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കാം. 2 പത്രോസ് 2-ാം അധ്യായം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചെങ്ങലയിട്ട് ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചെങ്ങലയിട്ട് നരകത്തിലാക്കി. അപ്പോൾ നാം അറിയേണ്ടതായിട്ടുള്ള ഒരു സത്യമുണ്ട്. ഏറ്റവും പ്രധാന ദൂതനായിരുന്നു ലൂസിഫർ. എല്ലാ അധികാരങ്ങളും എല്ലാ ചുമതലകളും ദൈവം അവനെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ ഇവിടെ വായിച്ചത് ഇപ്രകാരമാണ്, പാപം ചെയ്ത ദൂതന്മാരെ എന്താണ് അവൻ പറഞ്ഞത്? ഞാൻ ദൈവത്തിന്റെ സിംഹാസനം എൻ്റെ സിംഹാസനത്തിന്റെ മുകളിൽ വെക്കും, ഞാൻ ഉത്തരദിക്കിന്റെ സമാഗമനത്തിൽ ഇരുന്നരുളും, ഞാൻ ദൈവത്തോട് സമനായി തീരും എന്നല്ലോ അവൻ ഹൃദയത്തിൽ പറഞ്ഞത്. ഹൃദയത്തിൽ അവൻ പറഞ്ഞേ ഉള്ളൂ,
പക്ഷേ അവനെ ദൈവം തള്ളിയിട്ടു നിത്യമായ നരകത്തിലേക്ക്. ഹല്ലേലൂയ. അതിവിടെ വായിച്ചു കേട്ടത്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ടു നരകത്തിലാക്കി ന്യായവിധിക്കായി ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ രക്ഷിച്ചു. ഹല്ലേലൂയ. എന്താണ് അവിടെ വായിച്ചു കേട്ടതായിട്ടുള്ള അതിലൊരു വാക്യമുണ്ട്. ആരാണ് ദൈവത്തെ ആദരിക്കാത്തവർ? നീതി പ്രസംഗിയായ നോഹയെയും അവന്റെ കുടുംബത്തെയും മാത്രം രക്ഷിച്ച് ബാക്കി എല്ലാവരെയും ജലപ്രളയത്താൽ കൊന്നൊടുക്കി. അതിന്റെ താഴത്തെ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച്, സോദോം ഗോമോറ എന്ന ലോത്ത് താമസിച്ചതായിട്ടുള്ള പട്ടണങ്ങളെ ഭസ്മീകരിച്ചു. ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു. ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒന്നാമത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ദൈവത്തെ ആദരിക്കാതെ പാപം ചെയ്തതായ ദൂതനെ, ദൈവത്തെക്കാൾ വലിയവനെന്ന് പറഞ്ഞവനെ തള്ളി താഴെയിട്ട് ന്യായവിധിക്കായി ഏൽപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ, ദൈവത്തെ ആദരിക്കാതിരുന്നതായിട്ടുള്ള ജനത്തെ നശിപ്പിക്കുകയും നീതി പ്രസംഗിയായ നോഹയെ കുടുംബത്തെയും ജീവനോടെ കാത്തു പരിപാലിക്കുകയും ചെയ്തു. അതുപോലെ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അവനെ രക്ഷിക്കുകയും അവൻ താമസിച്ചതായിട്ടുള്ള പട്ടണത്തെ ഭസ്മമാക്കി കളയുകയും ചെയ്തവനാണ് ദൈവം. അതിനർത്ഥം ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നിന്നെയും ഞാൻ ആദരിക്കാതെ വന്നേക്കാം. നമ്മുടെ മുകളിലത്തെ വാക്യം, കുറിവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആ വാക്യം കൂടി നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. അതിൻ്റെ 21-ാമത്തെ വാക്യം, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ വന്നുവെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. അതിനർത്ഥം ദൈവത്തിൻ്റെ പ്രധാന ദൂതനെ തള്ളിക്കളഞ്ഞുവെങ്കിൽ, ജനങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞുവെങ്കിൽ, ലോത്ത് താമസിച്ചതായിട്ടുള്ള പട്ടണത്തെ നശിപ്പിച്ചുവെങ്കിൽ, ഇതിനൊക്കെ കാരണം ദൈവത്തെ ആദരിക്കാതെയും ദൈവത്തെ സ്നേഹിക്കാതെയും ദൈവത്തെക്കാൾ വലിയവനെന്ന് പറഞ്ഞതും നിമിത്തമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന സ്വാഭാവിക കൊമ്പുകളെ ദൈവം സൃഷ്ടിച്ചതായ, ദൈവം തിരഞ്ഞെടുത്തതായ, ദൈവം ഭരിക്കുവാനാക്കിയതായ ലൂസിഫറിനെ ദൈവം തള്ളിക്കളഞ്ഞുവെങ്കിൽ, അപ്രകാരമുള്ള ജനങ്ങളെ ദൈവം തള്ളിക്കളഞ്ഞുവെങ്കിൽ, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ ദൈവം തള്ളിയിട്ട് കളഞ്ഞുവെങ്കിൽ, സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ വന്നുവെങ്കിൽ നിങ്ങളെയും ആദരിക്കാതെ വന്നേക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ശിക്ഷാവിധിയിലേക്ക് പോകാതെ വേണം. ഇന്ന് ദൈവം നമ്മുടെ എല്ലാവരുടെയും കുറവുകൾ, ആരും ഇതിൽ നിന്ന് ഒഴിവുള്ളവരല്ല. ഞാനും നിങ്ങളെല്ലാവരും, ഈ വചനത്തിന് മുമ്പാകെ ഇരിക്കുന്ന എല്ലാവരും ഇതിൽ പങ്കുള്ളവരാണ്, ഇതിനൊപ്പം പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് ദൈവമേ, എൻ്റെ തെറ്റുകളൊക്കെയും എനിക്ക് മനസ്സിലായി. നിന്നെ ആദരിച്ചില്ല എങ്കിൽ ശിക്ഷാവിധിയാണ്. നിന്റെ ജനത്തെ ആദരിച്ചില്ല എങ്കിൽ ശിക്ഷാവിധിയാണ്. അതിനർത്ഥം അവൻ്റെ വാക്കുകളെ ആദരിച്ചില്ല എങ്കിൽ, ഇത് പറഞ്ഞത് ഇതെൻ്റെ ആലയമാണ്, ഇതെൻ്റെ ദാസനാണ്, ഇതെൻ്റെ ജനമാണ്, ഇത് പറഞ്ഞത് ദൈവമാണ്. അതിനെ ആദരിക്കാതെ നീ പോയാൽ, അതിനെ നീ ആദരിക്കാതെ പോയാൽ, അതിനെ നീ വില കൊടുക്കാതെ നീ പോയാൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ദൈവം താൻ സ്നേഹിച്ചതായിട്ടുള്ള ഏറ്റവും പ്രധാന ദൂതനെ തള്ളിക്കളയുവാൻ ഒരു മടിയും ദൈവത്തിനുണ്ടായില്ല എങ്കിൽ, സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് ദൈവമേ, ഞാൻ ആദരിക്കപ്പെടാതെ പോകുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടവരരുത്. നിന്നെ ആദരിക്കുവാൻ, നിൻ്റെ ആലയത്തെ ആദരിക്കുവാൻ, നിൻ്റെ ജനത്തെ ആദരിക്കുവാൻ, നിൻ്റെ പാദസേവ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ തീരുമാനിച്ചവരെല്ലാം
കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ആരുടെയും പിന്നാലെയല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ പുറകെ. അവൻ്റെ പുറകെ നീ പോയാൽ ഒരിക്കലും നീ തോൽക്കേണ്ടി വരികയില്ല. അല്ല എങ്കിൽ നിന്നെയും ദൈവം ആദരിക്കാതെ വന്നേക്കും. ഇന്ന് ദൈവത്തോട് തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം.